എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വണ്ടിക്കാളൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതായത് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കറി തയ്യാറാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ 2-3 ദിവസം ഇരിക്കും കേടുകൂടാതെ. ഇത് പരമ്പരാഗതമായ ഒരു കറിയാണ്. അതിനായി ഞാൻ പാൻ അടുപ്പിൽ വെച്ചു. 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, അല്പം ജീരകം ഇട്ട് കൊടുക്കാം, അല്പം ഉലുവയും ഇട്ട് കൊടുക്കാം, ഒരു 2 വറ്റൽ മുളകും ഇട്ട് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കഴിഞ്ഞു നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഈ ഫ്രൈ ആക്കിയ ചേരുവ മാറ്റി വയ്ക്കാം. ആ പാനിൽ തന്നെ ഒരു 10 മില്ലി നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്കൊരു 30 ഗ്രാം കുഞ്ഞുള്ളിയും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിതാ ഇത്ര കായം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നന്നായി പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ കറി എത്ര വെക്കണമോ അതനുസരിച്ച് പുളിയുടെ അളവും കഷ്ണത്തിൻ്റെ അളവും കൂട്ടണം. ഫ്രൈ ആയ ഉള്ളിയിലേക്ക് നമ്മൾ പുളി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി തിളച്ച ശേഷം വേണം മറ്റ് ചേരുവകൾ ഇട്ട് കൊടുക്കാൻ. നന്നായി തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ്, അതേപോലെ 1 സ്പൂൺ സാമ്പാർ പൊടി. ഇത്രയിട്ട് വീണ്ടും നന്നായി തിളച്ച് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. സാമ്പാർ പൊടി ഞാൻ ഇങ്ങനെ തന്നെ ഇടാൻ കാരണം സാമ്പാർ പൊടി തയ്യാറാക്കുമ്പോൾ അല്പം തരിതരിപ്പായിട്ട് പൊടിക്കുകയാണെങ്കിൽ വേണ്ടോ ഒട്ടും കട്ടയില്ലാതെ വരും. അപ്പം നമ്മൾ വേറെ വെള്ളത്തിൽ അലിയിച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പുളിയും എരിവും ഒക്കെ നിയന്ത്രിക്കുന്നതിനായി ഒരല്പം ശർക്കരയോ പഞ്ചസാരയോ കറികൾ തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. നമുക്കൊരു ശകലം പഞ്ചസാര വളരെ കുറച്ച് മതി കേട്ടോ ഇട്ട് കൊടുക്കുക. നന്നായി വറ്റിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ രുചികരമായ വണ്ടിക്കാളൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.